എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബിഗ് മോം അവരാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ നിലവിളിച്ച് കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ബിഗ് മോമിനാണെങ്കിൽ ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവളുടെ മക്കളും അസിസ്റ്റൻസും അങ്ങനെ എല്ലാവരും ഓക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. മോമിനെ കൊല്ലാനുള്ള നമ്മുടെ ആൾക്കാരുടെ ശ്രമം അതെല്ലാം തന്നെ ദയനീയമായിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞു. സോ ഇവരെല്ലാവരും ഇപ്പൊ ഫുൾ പവറിൽ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ ബ്രൂലിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവളെ അവര് മോചിപ്പിച്ചു. അവളാണെങ്കിൽ വിളിച്ചു പറയും, തീർച്ചയായിട്ടും അവരിൽ ഒരാളെങ്കിലും എന്റെ കൈകൊണ്ട് ഞാൻ കൊന്നുകളയും. അതിന് കട്ടകുറി ബ്രൂലിയെ തൂക്കിയെടുത്ത് യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തിയായിരുന്നോ, നീ കാരണമാണ് അവരിതെല്ലാം ചെയ്തത്, നീയാണ് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തത്. അത് കേട്ട് ബ്രൂലി ആണെങ്കിൽ പേടിച്ച് വരച്ച്, അയ്യോ ഇല്ല ഇല്ല, സത്യമായിട്ടും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തതല്ല, എൻ്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് എന്നെ ഉപദ്രവിച്ച് അവരെന്നെ യൂസ് ചെയ്തതാണ്. ഞാൻ ഒരു കാരണവശാലും എൻ്റെ അമ്മയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കില്ല. ഉടനെ അവരെല്ലാവരും നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതേസമയം ഇവിടെ ലൂഫി ആൻഡ് ടീം അവരാണെങ്കിൽ വലിയൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് പോലും ഓർക്കാതെ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, കപ്പോംസിന്റെ ഹ്യൂമൻ കാസ്റ്റിൽ അവർക്കിപ്പോൾ കയറി നിൽക്കാനായിട്ട് കഴിഞ്ഞു. അവരത് പറഞ്ഞ് തുള്ളിച്ചാടും. കപ്പോംസ് ആണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. നിങ്ങളിത് കാണുന്നില്ലേ, നമ്മുടെ പ്ലാൻ ഇതെല്ലാം തന്നെ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പ്ലാന് അതിങ്ങനെ 8 നടയിൽ പൊട്ടുന്നത്. നമ്മുടെ മുൻപിൽ ഒട്ടും സമയമില്ല, എത്രയും വേഗം മറ്റെന്തെങ്കിലും ചിന്തിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പൊ അതേ സമയത്ത് ബിഗ് മോമിനെ കാണിക്കും. അവൾ ഇത്രയും സമയവും നിർത്താതെ കരയുകയായിരുന്നു. പക്ഷേ അവളിപ്പോൾ കരച്ചില് പതിയെ സ്റ്റോപ്പ് ചെയ്യും. കരച്ചിൽ നിർത്തിക്കഴിഞ്ഞാൽ ബിഗ് മോം അവൾ വളരെ പവർഫുള്ളായി മാറും. പക്ഷെ കപ്പോംസ് ആണെങ്കിൽ മോമിനെ കൊല്ലാൻ മറ്റൊരു വഴി അത് കണ്ടെത്തി കഴിഞ്ഞു. കപ്പോംസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് തീർത്തു പറയും, ബിഗ് മോം ഇനി വെറുതെ ഇരിക്കില്ല. എൻ്റെ ഹ്യൂമൻ കോട്ട അത് ഭയങ്കര പവർഫുൾ ആണ്. പക്ഷേ അത് തകർക്കാനൊക്കെ ബിഗ് മോമിനെ കൊണ്ട് സാധിക്കും. എന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ ഒരു കോട്ട അതങ്ങനെ പൊട്ടിത്തെറിക്കും. പിന്നീട് നിങ്ങൾ അവളുടെ മുൻപിൽ പെട്ടുപോകുമെന്ന് പറയും. അതേസമയം ഇവിടെ ആ കട്ടകുറി വില്ലൻ അവൻ കപ്പോംസ് ചതിച്ച കാര്യം അത് ബിഗ് മോമിനോട് പറയും. അവൾക്കാണെങ്കിൽ അത് വലിയൊരു ഷോക്കും ദേഷ്യവും എല്ലാമായി മാറും. അവൾ വമ്പം കലിപ്പില് ദേഷ്യപ്പെട്ട് കണ്ണൊക്കെ ചോപ്പിച്ച് അങ്ങനെ എടുത്ത് ചാടുകയാണ്. ആ ഒരു ചാട്ടത്തിൽ ആ ഒരു ഫ്ലോർ പോലും തകർന്നു പോകും. ഇവിടെ കപ്പോംസ് ആണെങ്കിൽ സീസറിനോട് ദേഷ്യപ്പെടും. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. നിന്റെ ആ റോക്കറ്റ് ലോഞ്ചർ വെപ്പൻ അതൊട്ടും സ്ട്രോങ് അല്ലായിരുന്നു. അതൊരല്പം കൂടെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് അവളെ കൊല്ലാമായിരുന്നു. സീസറിനാണെങ്കിൽ അത് കേട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൻ അങ്ങനെ തല താഴ്ത്തി അവരോട് സോറി പറയും. ഐ എം റിയലി സോറി. സത്യത്തിൽ ഞാൻ നല്ല പവർഫുൾ ആയിട്ട് തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തത്. കാരണം ബിഗ് മോമിനെ തകർത്താൽ മാത്രമേ എനിക്കും രക്ഷയുള്ളൂ. പക്ഷെ അവൾക്ക് ഇത്രയും സ്ട്രെങ്ത് ഉള്ള കാര്യം അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പോൾ ആ ബിഗ് മോം അവൾ കൈ ചുരുട്ടി കപ്പോംസിന്റെ ബോഡിയിൽ ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ കാസ്റ്റിലടക്കം കപ്പോംസ് ആടി ഒലയും. ബിഗ് മോം ദേഷ്യപ്പെട്ട് കപ്പോംസിനോടും നമ്മുടെ ആൾക്കാരോടും പുറത്തേക്ക് വരാനായിട്ട് പറയും. ബിഗ് മോം ആണെങ്കിൽ നിർത്താതെ ആ ഒരു കാസ്റ്റിൽ പഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ പഞ്ചില് കപ്പോംസിന്റെ തല തകർന്ന് ചോര തുളുമ്പി അവൻ താഴേക്ക് വീഴും. നമ്മുടെ ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കാസ്റ്റിൽ തന്നെ ഒളിച്ചിരുന്ന ഉറപ്പായാലും അവൾ ആ കാസ്റ്റിൽ തകർത്ത് കപ്പോംസിനെ തല്ലിക്കൊന്ന് നമ്മുടെ ആൾക്കാരെ പുറത്തെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് അവളോട് ഫൈറ്റ് ചെയ്യണം. ഫോൺ ആണെങ്കിൽ കപ്പോൺസ് ചോരയിൽ പെടയുന്നത് കണ്ട് സഹിക്കില്ല. വിൻഡോ ഓപ്പൺ ചെയ്ത് അവളുടെ അമ്മ ബിഗ് മോമിനോട് ആ ഒരു പഞ്ച് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ഷിഫോണെ നോക്കും. ഷിഫോണെ കാണാൻ ലോലെ പോലെ തന്നെയാണ്. അത് കാണേണ്ട താമസം. ബിഗ് മോം ഫുൾ കലിപ്പില്, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ വന്ന് നിൽക്കും, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ജനലാഞ്ഞു പഞ്ച് ചെയ്യും. ലൂഫി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവൾ അങ്ങനെ പിടിച്ചു വലിച്ച് ഷിഫോണിനെ സേവ് ചെയ്യുകയാണ്. കപ്പോംസ് ആണെങ്കിൽ ഇപ്പൊ വേദനയൊക്കെ സഹിച്ച് പതിയെ എഴുന്നേറ്റ് നിൽക്കും. ലൂഫി പറയും, ഇനി ഇങ്ങനെ നോക്കി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഇത്രയും വേഗം ഡയറക്റ്റ് ആയിട്ട് ആ ബിഗ് മോമിനോട് ഫൈറ്റ് ചെയ്യണം. സോ ഞാൻ തന്നെ അവളോട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാൻ തയ്യാറാവും. അത് കണ്ട് ചോപ്പറിനും നാമിക്കും ഒരുപാട് പേടിയായി. ചോപ്പർ ആണെങ്കിൽ ലൂഫിയെ പിടിച്ചു വെക്കുകയാണ്. നാമിയും ബ്രോക്കും ചോപ്പറും അവർ 3 പേരും ലൂഫിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ടാസ്ക്, നമ്മുടെ ലക്ഷ്യം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സാഞ്ചയെ രക്ഷിക്കുക, ആ പോണോഗ്ലിഫ് അതെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് രണ്ടും നമ്മൾ നിറവേറ്റി. എക്സ്ട്രാ ആയിട്ട് ആ വിങ് സ്മോക്ക് ഫാമിലിയെയും നമ്മൾ രക്ഷിച്ചു. ഇനി എത്രയും വേഗം നമുക്ക് ഐലാൻഡിലേക്ക് തിരികെ പോകണം. ആ സോ ഐലാൻഡിൽ നമ്മുടെ ബാക്കി ടീംമേറ്റ്സ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, കപ്പോംസിനെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല. ലൂഫി ആണെങ്കിൽ എനിക്ക് കപ്പോംസിനെ രക്ഷിക്കണമെന്ന് തീർത്തു പറയും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ വില്ലന്മാരെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഇട്ടിക്കാനായിട്ട് ഭയങ്കര ആവേശം. ബ്രൂലി അവളുടെ 32 പല്ലൊക്കെ കാണിച്ച് അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്.
അവരെ എൻ്റെ കയ്യിൽ കിട്ടിയ ഇടിച്ച് സൂപ്പാക്കി എൻ്റെ മിറർ ഡയമെൻഷനിൽ വെച്ച് തന്നെ അവറ്റകളെ ഞാൻ ലോക്ക് ചെയ്യുന്നു പറഞ്ഞ് അവൾ അങ്ങനെ നിൽക്കും. അവളെപ്പോലെ തന്നെയാണ് അവിടെയുള്ള ഓരോരുത്തർക്കും. അവർക്കെല്ലാവർക്കും ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ മേലെ ഒരുപാട് ദേഷ്യവും പകയൊക്കെ തോന്നും. ഇവിടെ കപ്പോംസ് ആണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് നമ്മുടെ ആൾക്കാരോട് ഒരു കാര്യം പറയും. നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോയാൽ അത് വലിയ അപകടമാണ്. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനുമേ ഇപ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്യാനുള്ളൂ. ഞാനിപ്പോൾ ഈ ജയന്റ് സൈസിൽ നിന്ന ആ ബിഗ് മോം വീണ്ടും വീണ്ടും എന്നെ ഇടിച്ച് ഇല്ലാതാക്കും. നിങ്ങൾ എൻ്റെ ക്യാസ്റ്റിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എല്ലാവരും സേഫ് ആയിരിക്കും. പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ ക്യാസ്റ്റിൽ തകർന്ന് നിങ്ങളും അവളുടെ കൈക്കുള്ളിൽ പെടും. സോ ഞാൻ എൻ്റെ സൈസ് വലുതാക്കിയാലും ചെറുതാക്കിയാലും നിങ്ങൾ ഈ ക്യാസ്റ്റിൽ സേഫ് തന്നെയായിരിക്കും. സോ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ സൈസ് അത് ചെറുതാക്കിക്കൂടാ? ഞാൻ എൻ്റെ ഈ സൈസ് അത് വളരെ ചെറുതാക്കി മാറ്റിയ ഈസി ആയിട്ട് സീസറിനെ കൊണ്ട് എന്നെ അങ്ങനെ തൂക്കിയെടുത്ത് ഇവിടുന്ന് ദൂരേക്ക് പറന്നു പോകാൻ പറ്റും. അങ്ങനെ ബിഗ് മോമിൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലം നമുക്ക് രക്ഷപ്പെട്ടു പോവാം. സീസറിനാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് തന്നെ അങ്ങനെ വന്നു പോവും. അയ്യോ ഇല്ല, എന്നെ കൊണ്ടിത് പറ്റില്ല. ഓൾറെഡി ആ ബിഗ് മോമിന് എന്നോട് ഒരുപാട് ദേഷ്യമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ കൂടെ സഹായിക്കുന്നത് ആ ബിഗ് മോം കണ്ട അവൾക്ക് എന്നോടുള്ള വെറുപ്പും വൈരാഗ്യവും വർദ്ധിച്ച് ആദ്യം അവള് തേടി പിടിച്ച് തല്ലിക്കൊല്ലുക അതെന്നെയായിരിക്കും. അവൻ പറയുന്നത് കേട്ട് കപ്പോംസ് ആണെങ്കിൽ ഒരു വിധത്തില് അവനെ കൺവീൻസ് ചെയ്ത് സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് അതിന് സമ്മതിപ്പിച്ചെടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ സാഞ്ചിയെ കാണിക്കും. സാഞ്ചിയോട് വിൻസ്മോക്ക് ചോദിക്കും, എന്തുകൊണ്ടാണ് നീ എന്നെയും നിന്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും ഒക്കെ രക്ഷിച്ചത്? ചെറുപ്പം മുതലേ ഞങ്ങൾ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടും ഉപദ്രവിച്ചിട്ടും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഞങ്ങള് മരിച്ചു പോട്ടെ എന്ന് കരുതാനുള്ളതിന് പകരം നീ എന്തിന് നിന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഞങ്ങൾ രക്ഷിച്ചു? അതിന് സാഞ്ചി പറയും, എനിക്കെൻ്റെ അച്ഛനും ബ്രദേഴ്സും സിസ്റ്ററും എന്നും എൻ്റെ അച്ഛനും ബ്രദേഴ്സും സിസ്റ്ററും തന്നെയാണ്. മാത്രമല്ല നിങ്ങൾക്കില്ലാത്ത ആ ഹ്യൂമൻ ഫീലിങ്സ് അതെനിക്കുണ്ട്. ചെറുപ്പത്തിൽ എനിക്ക് പവർ ഇല്ല എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ ദുരഭിമാനത്തെ ചൊല്ലി എന്നെ ആ സെല്ലില് ചെറുപ്പത്തിൽ തന്നെ ലോക്ക് ചെയ്തിട്ടത്. സോ ഇതിപ്പോ എൻ്റെ ടൈമാണ്. ഞാൻ വീക്കല്ല, പവർഫുൾ ആണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള എൻ്റെ ടൈം. അത് മാത്രമല്ല എനിക്ക് ജന്മം തന്നത് നിങ്ങളാണെങ്കിലും എന്നെ വളർത്തി കൊണ്ടുവന്നത് ആ ഷെഫ് പപ്പയാണ്. ആള് എനിക്ക് എല്ലാ ക്വാളിറ്റീസും പറഞ്ഞു തന്നാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജന്മം തന്ന എൻ്റെ പപ്പ എൻ്റെ കൺമുമ്പിൽ മരിച്ചു വീഴുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ചാഞ്ചിയാണെങ്കിൽ ടെററായിട്ട് അവൻ്റെ പപ്പയെ നോക്കി ആളുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ആളുടെ കോളറിൽ പിടിച്ചു വലിച്ച് ആളോട് തീർത്തു പറയും, ഈ ഒരു ഡയലോഗ് അത് ഞാൻ നിങ്ങളിൽ നിന്ന് കടമെടുക്കുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ എൻ്റെ പപ്പയാണെന്ന് ആരോടും പറയാൻ പാടില്ല. എനിക്ക് നിങ്ങൾ ഒരു അപമാനമാണെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കും. ആ ഒരു വാക്ക് അത് ചെറുപ്പത്തിൽ സാഞ്ചിയോട് അവൻ്റെ പപ്പ പറഞ്ഞ വാക്കുകളാണ്. അത് കേട്ട് അവൻ്റെ പപ്പ ഒരു നിമിഷം അവൻ്റെ മുൻപിൽ തലകുനിച്ച് അവൻ്റെ കൈ അങ്ങനെ തട്ടി മാറ്റും. വിൻസ്മോക്ക് ആണെങ്കിൽ ഇപ്പൊ സാഞ്ചിക്ക് പ്രോമിസ് ചെയ്യും, ഞങ്ങൾ ഒരിക്കലും നിന്റെ വളർത്തച്ഛൻ ആ ഷെഫിനെ ഒന്നും ചെയ്യില്ല. അതിനുശേഷം വിങ്സ്മോക്ക് ആള് നമ്മുടെ ആൾക്കാരുടെ നേർക്ക് അങ്ങനെ തിരിഞ്ഞു നിന്ന് ബിഗ് മോമുമായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യാം. ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ഞങ്ങൾക്ക് പറക്കാനുള്ള കഴിവുണ്ട്. സോ അവളുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളും ഇവിടുന്ന് പറന്നുപോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ടെററായിട്ട് അങ്ങനെ ബിഗ് മോമിന് നേരെ നടന്നു നീങ്ങും. അതിന് കപ്പോംസ് ആണെങ്കിൽ ഇപ്പൊ സീസറിന് നേർക്ക് തിരിയും. അവന്റെ ഹാർട്ട് എടുത്ത് കാണിച്ച് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്തിട്ടില്ല എങ്കിൽ നിന്റെ ഈ ഹാർട്ട് അത് ഞാൻ ഞെക്കി പൊട്ടിക്കുമെന്ന് പറയും. വേറെ വഴിയില്ലാതെ ഇപ്പൊ സീസറും ആ പ്ലാനിന് സമ്മതിക്കുകയാണ്. ഇവിടെ സാഞ്ചിയുടെ ബ്രദേഴ്സിനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര സന്തോഷവും ആവേശവും. അവർ കൈയും കാലും ഒക്കെ കുടഞ്ഞ് ബിഗ് മോമിന് നേരെ പോകും. അവരാണെങ്കിൽ അവരുടെ ഫുൾ പവറൊക്കെ എടുത്ത് സ്റ്റൈലായിട്ട് ആ ഗേറ്റിന് മുൻപിൽ വന്ന് നിൽക്കും. കപ്പോംസ് ആണെങ്കിൽ ആ ഗേറ്റ് ഓപ്പൺ ചെയ്യും. അവരാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫൈറ്റ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ചെയ്യാൻ പോകുന്നത്. കപ്പോംസ് ഗേറ്റ് തുറക്കേണ്ട താമസം അവർ ഫൈറ്റ് ചെയ്യാൻ പുറത്തേക്ക് ചാടി വീഴും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സാക്ഷാൽ ബിഗ് മോം അവള് കണ്ണൊക്കെ ചോപ്പിച്ച് ടെററായിട്ട് അവരെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.